അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 സങ്കീർത്തനം 6 വാക്യം നമുക്ക് വായിക്കാം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. NIV ഇംഗ്ലീഷ് വെർഷനിൽ ഇതേ വാക്യം ഫോർ ദ ലോർഡ് വാച്ചസ് ഓവർ ദ വേ ഓഫ് റൈച്ചസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ രാഷ്ട്രപതിയുടെ ഭവനിലേക്ക് പോകുന്ന മോത്തിബാഗ് 1 ഞാൻ നിൽക്കുമ്പോൾ വാഹനങ്ങളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു. റോഡിൽ ഒരു മനുഷ്യനുമില്ല. ഏകദേശം 10 മീറ്റർ അകലത്തിൽ ഇരുവശവും BSF ജവാന്മാർ നിരന്ന് നിൽക്കുന്നു. പല എസ്കോട്ട് വാഹനങ്ങളും രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന വഴിയിൽ പകൽ വെളിച്ചത്തിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് ചീറിപ്പായുന്നുണ്ട്. ഇതെല്ലാം രാഷ്ട്രപതിക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. റോഡ് മുഴുവൻ കിലോമീറ്ററുകളോളം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. തോക്കുമായി നിൽക്കുന്ന BSF ഭടന്മാർ കാവൽ നിൽക്കുന്നുണ്ട്. ഈ സമയത്തൊരു നായ റോഡ് കുറുകെ കടക്കുവാൻ റോഡിലേക്ക് ഓടിച്ചെന്നു. കുറഞ്ഞത് 5 BSF ജവാന്മാർ ആ നായയെ തോക്കുകൊണ്ട് അടിച്ചു ഓടിച്ചു. കേവലം മരിച്ച് മൺമറിഞ്ഞു പോകുന്ന പ്രസിഡന്റിനെ സുരക്ഷ ഒരുക്കുവാൻ മരിച്ചു പോകുന്ന മനുഷ്യരുടെ കാര്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഒരു മനുഷ്യനെ പോലും റോഡിൽ കയറുവാൻ അവർ സമ്മതിച്ചില്ല. ഇവിടെ 1 സങ്കീർത്തനം 6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. അതായത് യഹോവ നീതിമാന്മാരുടെ വഴിയിൽ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു എന്ന് സാരം. 1 സങ്കീർത്തനത്തിൽ നീതിമാന്മാരുടെ പട്ടികയിൽ ആരെല്ലാം വരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവർ, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവർ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവനെ അഥവാ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്നവരെയാണ് നീതിമാന്മാർ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്നാണ്. ഇതുപോലെ തന്നെ ജീവിച്ചൊരു വ്യക്തിയാണ് അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 20 അധ്യായം 2 വാക്യത്തിൻ്റെ മധ്യഭാഗം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഗെരാർ രാജാവായ അബീമേലെക്ക് ആളയച്ച് സാറായെ കൊണ്ടുപോയി. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായെക്കുറിച്ചാണ് നാം കേട്ടത്. ഒരു പരാതി കൊടുപ്പാൻ പോലും അബ്രഹാമിന് കഴിയുമായിരുന്നില്ല. കാരണം രാജ്യം ഭരിക്കുന്ന രാജാവാണ് തൻ്റെ ഭാര്യയെ കൊണ്ടുപോയത്. ഉൽപ്പത്തി പുസ്തകം 20 അധ്യായം 3 വാക്യത്തിൽ തന്നെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൽ സന്തോഷിക്കുന്ന അബ്രഹാമിൻ്റെ പ്രശ്നത്തിന് ദൈവം മറുപടി കൊടുക്കുകയാണ്. അതിപ്രകാരമായിരുന്നു. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷൻ്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. അബ്രഹാമിൻ്റെ പാതയിൽ കയറി വന്ന രാജാവായ അബീമേലെക്കിന് ദൈവം അവിടെ ചെക്ക് വെക്കുകയാണ്. അബീമേലെക്കിന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ദൈവം അവനെ തടഞ്ഞു നിർത്തി. ഉൽപ്പത്തി പുസ്തകം 20 അധ്യായം 17 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ നിമിത്തം യഹോവ അബീമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു. ദൈവവചനത്തോട് കൂറ് പുലർത്തി ദൈവവചനം വായിക്കുന്നതിനും അനുസരിക്കുന്നതിനും തയ്യാറായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ നിശ്ചയമായും അബ്രഹാമിന് വേണ്ടി രാജാവായ അബീമേലെക്കിനെ ന്യായം വിധിച്ച് അബ്രഹാമിൻ്റെ ഭാര്യയെ വിടുവിച്ച ദൈവം നമ്മെയും സഹായിച്ച് വിടുവിക്കുകയും നമ്മുടെ പാതകൾ സംരക്ഷിക്കുകയും നമ്മെ നിത്യതയോളം കരം പിടിച്ച് നടത്തുകയും ചെയ്യും നിശ്ചയം. ആകയാൽ നമുക്ക് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനെ അവകാശികൾ ആയിത്തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് വേണ്ടി വാദിക്കണമേ. അവരുടെ പ്രതിസന്ധിയിൽ നിന്നും അവരെ വിടുവിക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായി നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണകൾ അങ്ങ് കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവന അവകാശികളായി തീരുവാനടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.